കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ബോയ്സ് ഹൈ സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഇൻക്ലൂസീവ് കായികമേള നടക്കുകയാണ്. നമുക്കിവിടെ ഇവിടുത്തെ ടീച്ചറോടൊന്ന് ചോദിക്കാം. കൊല്ലം ജില്ലയിലെ IEDC ചാർജുള്ള SSKയുടെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറാണ്. പേര് അപർണ മോഹൻ. സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിൽ 2025-26 സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 21 മുതൽ തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മുടെ സവിശേഷ പരിഗണന അർഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ വർഷവും അവസരം ലഭിക്കുകയാണ്. ഒക്ടോബർ 21 മാർച്ച് പാസ്റ്റോടുകൂടി രണ്ടാമത്തെ ദിവസമായ ഒക്ടോബർ 22 വിവിധ ഇനങ്ങളിൽ ഏതാണ്ട് 10 ഐറ്റങ്ങളിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മുടെ സവിശേഷ പരിഗണന അർഹിക്കുന്ന കുഞ്ഞുങ്ങൾ മത്സരിക്കുകയാണ്. അത്ലറ്റിക്സ് ഇനങ്ങളിൽ മിക്സഡ് റിലേ 4x100 മീറ്റർ റേസ്, അതുപോലെ വിഷ്വലി ഇംപെയർഡ് കുഞ്ഞുങ്ങൾ ബോയ്സ് ആൻഡ് ഗേൾസിനുള്ള 100 മീറ്റർ റേസ്, മിക്സഡ് സ്റ്റാൻഡിംഗ് ത്രോ, മിക്സഡ് ലോങ് ജമ്പ് എന്നിവയാണ് അത്ലറ്റിക്സ് ഇനങ്ങളിൽ ഉള്ളത്. അതുപോലെ ഗെയിംസ് ഇനങ്ങളിൽ ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ബോഷെ പുതിയ ഐറ്റം ബോഷയുണ്ട്, അത് ഗേൾസിന് മാത്രമാണ്. അതുപോലെ ബാഡ്മിന്റൺ ഉണ്ട്. ഇങ്ങനെ വിവിധ ഗെയിംസ് ഇനങ്ങളിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഏതാണ്ട് 158 കുട്ടികളെയാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാ ഓപ്പൺ ട്രയൽസ് ആണ് ഇന്നിവിടെ കൊട്ടാരക്കര ഗവൺമെൻറ് ബോയ്സിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുള്ളത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് G. ഉണ്ണികൃഷ്ണ മേനോൻ സാറ്, വിവിധ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലെ ഉന്നത സ്ഥാനം വഹിക്കുന്നവരും പല അഭ്യുദയകാംക്ഷികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ 12 ഉപജില്ലകളിലെ BPCമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതൊരു ഐതിഹാസികമായ തീരുമാനമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും ഐതിഹാസികമായ ഒരു തീരുമാനമാണ്. കേരളത്തിലെ എന്ന് മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കായികമേളയാണ് നമ്മുടെ സ്കൂൾ മീറ്റ്. ആ സ്കൂൾ മീറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ മത്സരം വെച്ചുകൊണ്ട് തന്നെ അത് തുടങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മനോഹരമായ സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് ഒക്ടോബർ 21, 22 തീയതികളിൽ 21-ാം തീയതി മാർച്ച് പാസ്റ്റും 22-ാം തീയതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റേറ്റിലെ മത്സരവും വെച്ചുകൊണ്ടാണ് ഈ വർഷത്തെ നമ്മുടെ കൗമാര കായികമേള തിരുവനന്തപുരത്ത് അരങ്ങേറുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ജില്ലയിൽ നമ്മുടെ ഈ മേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ വളരെ നല്ല മുന്നൊരുക്കത്തോടു കൂടി നല്ല സംഘാടക സമിതി എല്ലാം എടുത്ത് ഏതാണ്ട് 400-ലധികം കുട്ടികൾ 418 കുട്ടികൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇന്ന് നമ്മളിതിൻ്റെ ഒരു സെലക്ഷൻ നടത്തുന്നുണ്ട്. ഈ സെലക്ഷൻ നടത്തിയിട്ട് ഒരു 3 ദിവസക്കാലം ഈ കുട്ടികൾക്ക് റെസിഡൻഷ്യലായിട്ട് ഒരു പരിശീലനം കൂടി നടത്തി കൊണ്ടാണ് ഇവരെ സംസ്ഥാന മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ജില്ലയിൽ നിന്ന് നല്ല സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഈ പരിപാടിക്ക് തീർച്ചയായും ഉണ്ടാകും. വിഷ്വൽ ഇമ്പയർമെൻറ്റ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഈ 4 കാറ്റഗറിയിലായിട്ടാണ് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം 9 ഇവൻ്റാണുള്ളത്. ആ 9 ഇവൻ്റ് ബിലോ 14, എബോവ് 14 കാറ്റഗറി ആയിട്ടാണ് നടത്തുന്നത്. വളരെ വലിയൊരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൻ്റെ കൂടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുകയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കായികമേളയും കൂടെ. ആദ്യമായിട്ടാണ് ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ കായികമേള സംസ്ഥാന സ്കൂൾ കായികമേളയോടൊപ്പം നടക്കുന്നത്. കഴിഞ്ഞ വർഷം കൊല്ലം ജില്ലയ്ക്ക് നല്ലൊരു നേട്ടം കൈവരിക്കാനായി, മാർച്ച് പാസ്റ്റ് 2ാം സ്ഥാനം ഉൾപ്പെടെ നല്ലൊരു നേട്ടം കൈവരിക്കാനായി ഇത്തവണയും കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച കുഞ്ഞുങ്ങളെ തന്നെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. താങ്ക് യു. നമുക്ക് ഭിന്നശേഷി കുട്ടികളെ പൊതുവിഭാഗത്തോടൊപ്പം പങ്കെടുപ്പിക്കുകയും ലോകോത്തര മാതൃകയിൽ നമ്മളുടെ സ്കൂൾ ഒളിമ്പിക്സിൽ തന്നെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ നമ്മളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നല്ലൊരു ഇടപെടലോടുകൂടിയാണ്. അപ്പം അത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് സൗകര്യം കിട്ടിയതിൽ എല്ലാ പൊതുസമൂഹത്തിൻ്റെയും പ്രയോജനവും അതുപോലെ സന്തോഷവും അറിയിക്കുന്നു.
താങ്ക് യു.